ഷമീർ ചിലതൊക്കെ ഇന്റൻഷനലി ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. ഈ സാധനം ഞാൻ മാക്ക് തൊപ്പിക്ക് വിളിച്ചാണ്ട് അന്നത്തെ ലൈവ് കഴിഞ്ഞ ശേഷം ഞാനും മാക്കും തൊപ്പിക്ക് വിളിച്ചാണ്ട് കാര്യങ്ങൾ പറഞ്ഞു. സത്യം പറയാലോ തൊപ്പി, നമുക്ക് ഇതിൽ കോലീഡേഴ്സ് ആയതുകൊണ്ട് ഇങ്ങനെ ഇവന് കുറച്ച് മിസ്റ്റേക്സ് പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണേൽ ബുദ്ധിമുട്ടുണ്ട്, നീ തിരിച്ച് ലീഡർ ആവുന്നതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞപ്പോൾ മെയിൻ തിങ് എല്ലാവരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ കറന്റ് തൊപ്പി എന്തുകൊണ്ടാണ് സ്റ്റിൽ ലീഡർ കോലീഡർ ആയാണ്ട് എന്താ ഷമീർ ടാഗ് കൊടുക്കാത്തുന്നുള്ളതിന് എന്താണെന്നുള്ളത് വെച്ചാൽ തൊപ്പിന്റെ ഡിസ്കോഡ് ഐ ഡി തന്നെ തൊപ്പി റിമൂവ് ഇട്ടാൽ മാത്രമേ ഈ പറയുന്ന ഷമീറിന് ലീഡർ സ്ഥാനം കൊടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതെ. ഇതിന്റെ ഇങ്ങനൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഞാനോട് ഈ സംഭവം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് നീ ലീഡർ ആയിക്കോ വേണമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഇതിന്റെ ഏറ്റവും നല്ലതെന്നുള്ളത് എന്നോട് പറഞ്ഞതാ. സീരിയസ്ലി ഓപ്പൺ ആയിട്ട് എന്നോട് പറഞ്ഞതാ. വല്ലാഹി എന്നോട് പറഞ്ഞത്. ഞാൻ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ലീഡർ ആകാൻ വേണ്ടി വന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ ഓന്റെ മോശം പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞു വിളിക്കലില്ല. അങ്ങനത്തെ ആളല്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ ഷമീറിനോട് പോലും നീ ലീഡർ ആയിട്ട് കണ്ടിന്യൂ ചെയ്തോന്ന് പറഞ്ഞ ആളാ. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, നിങ്ങൾ ചാറ്റിന്റെ സൈഡിൽ നിന്ന് നമുക്ക് വെറും ഹെയ്റ്റ് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അത് അറിയണില്ല. നമ്മൾ ഇതിന്റെ എഫേർട്ട് ഒന്നും നിങ്ങൾക്ക് അറിയണില്ല. ഞാൻ ഈ മാസം എത്ര സ്ട്രീം വരാതെ നിന്നുള്ളത് നിങ്ങൾ തിങ്ക് ചെയ്ത് നോക്ക്. ജസ്റ്റ് നിങ്ങൾ നോക്കി നോക്കുക. ഈ മാസം ഞാൻ എത്ര ലൈവ് വന്നിട്ടുണ്ടാവും? ഒരു 10 ലൈവ് മിനിമം ഈ മാസം ഞാൻ വന്നിട്ടുണ്ടാവില്ല മിനിമം. ഈ സമയത്തൊക്കെ ഞാൻ ഇവിടെ കടന്നുറങ്ങില്ല. ഞാനിതാ ഈ VC ഇപ്പോഴും നോക്കും. നിങ്ങൾ ഈ VC ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന പോലെ മാലിക്ക് ഇവരൊക്കെ 1.5 മണിക്കൂറായിട്ട് ഇന്ന് രാവിലെ മുതൽ 1.5 മണിക്കൂറായിട്ട് ഇരിക്കുന്നുണ്ട്. ഈ VC ആക്ടിവിറ്റി ലിസ്റ്റ് എടുത്ത് നോക്കിയാണ്ടല്ലോ, ഇത് 24 hours സത്യം പറഞ്ഞാൽ ഇതിൽ ആൾക്കാരുണ്ട് ഈ VC. സിനിമാറ്റിക്സ് തീരുന്നില്ല, വണ്ടി തീരുന്നില്ല, GH തീരുന്നില്ല. ഇതൊക്കെ ആരെങ്കിലും ഒരാൾ ഇരിക്കുന്നുണ്ടോ? എനിക്ക് ഓപ്പൺ ആയിട്ട് പറയുന്നത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എന്റെ റെസ്റ്റോറന്റ് ഫീൽഡാണ് ഞാൻ എന്റെ ബിസിനസ്. എനിക്ക് റെസ്റ്റോറന്റ് ഫീൽഡിൽ ഗ്യാസിന്റെ പ്രശ്നം കൊണ്ടും അല്ലാത്ത കുറെ പ്രശ്നങ്ങളുണ്ടും എനിക്ക് സെയിൽ ഇല്ലാതെ ഞാൻ ഡൗൺ ടൈമായി നിൽക്കണം. എനിക്കും ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള സമയമാണ്. എനിക്കൊരു ലൈവ് ഇട്ടാൽ മിനിമം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു ദിവസം ലൈവ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 2.5K to 5K മിനിമം ഒരു 5000 രൂപയെങ്കിലും എനിക്ക് എന്തായാലും ഒരു ആവറേജ് അഡ്വാൻറ്റും സൂപ്പർ ചാറ്റും ആയിട്ട് എനിക്ക് കിട്ടും. ഞാൻ അത് കളഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ ഗ്യാങ്ങിനെ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നതാ. ഇതിൽ എന്തെങ്കിലും സാധനം റെഡി കൊടുക്കാന്ന് കരുതിയാണ്ട് എടുക്കുന്നതാ. എനിക്ക് ആ പൈസ മാത്രം നോക്കിക്കൊണ്ടിരിക്കണമെങ്കിൽ എന്റെ ഇപ്പോഴത്തെ ഇത്രയും ഡൗൺ ടൈമായി നിൽക്കുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആണെന്നുണ്ടെങ്കിൽ എന്റെ ലൈവ് ഫോക്കസ് ചെയ്ത് വരുമോ? വേറെ ആരെങ്കിലും ഇതേ കാര്യങ്ങൾ ഇരിക്കുന്നത് കണ്ടുക്കണം. പിന്നെ ഇതിന്റെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു. അല്ല, ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഇത് എല്ലാ ഇതിലും എന്താ പറയുക, ലീഡറാണോ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറില്ല? എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ലീഡറാണോ? അപ്പോൾ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടോ ഗൈസ്? അല്ല, ഞാൻ അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് തീരുമാനങ്ങൾ എടുക്കാനായിരുന്നു. അതായത് ലീഡറാണോ ഇങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്? ഇങ്ങനെ എന്താ പറയുക, ഈ പറഞ്ഞ എല്ലാ സംഭവവും ചെയ്യേണ്ടത് ലീഡറാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ ഒരു ഡിസിഷൻ എടുക്കും. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. യെസ് ഓക്കെ. അപ്പം ഞാനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് അല്ലേ? ഓക്കെ. അപ്പം ലീഡറാണ് ഈ പറഞ്ഞ എന്താ പറയുക, സിനിമാറ്റിക്കും ഈ പറഞ്ഞ പോലെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ലീഡറാണല്ലേ? ഓക്കെ. നമുക്ക് ഈ ഹെയ്റ്റ് കിട്ടുമ്പോൾ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയണില്ല ചാറ്റ്. അത് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ നിങ്ങൾക്ക് പറയണം. മനസ്സിലായി? നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ കുറേ മറച്ചു വെക്കണോണ്ടും ആർക്കും ഞാൻ പറഞ്ഞതിന്റെ പേരിൽ ഹെയ്റ്റ് പോകണ്ട എന്ന് കരുതി മനസ്സിൽ മുണ്ടാതിരിക്കണോണ്ടും നമ്മളൊരു ഉമ്പനായി മാറണം ലാസ്റ്റ്. അതാണ്ടാവണത് സത്യം പറഞ്ഞാൽ. കോ ലീഡർ ആൻഡ് ലീഡർ ഓൾസോ? കോ ലീഡറും ലീഡറും ആണോ? ഓക്കെ. ഷെയ്ഖ് എന്നാ മണിക്കൂർ ഞാൻ വിഷമങ്ങളും കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞ് നമ്മൾ സംസാരിച്ച് വെച്ചതാ. അതിന് ശേഷം പിറ്റേ ദിവസം വന്ന് പിന്നെ ഈ മറ്റേ സംഭവം നടക്കുന്നത്. പിന്നെ വേറെ ഒരു ഇത് നടന്നിട്ടില്ല, മനസ്സിലായി? അതിന് ശേഷം മുമ്പോ പിന്നെ നമ്മൾ കുറേ കാലമായിട്ട് കണക്ഷൻ ഒന്നുമില്ല, വിളിക്കാറോ കാര്യങ്ങളോ ഒന്നുമില്ല. അന്നേരം ഞാൻ വിളിക്കുന്നത്. അപ്പം ഇവൻ എന്നോട് അങ്ങനെ എന്താ പറയുക, ഇവൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയാറുമുണ്ട്, ഞാൻ ഇതാക്കാറുമുണ്ട്. ബാക്കിയുള്ള എന്താ പറയുക, ഇങ്ങനത്തെ സിനിമാറ്റിക് കാര്യങ്ങൾക്കൊന്നും എന്നെ വിളിച്ചില്ല. പക്ഷെ ഞാൻ ഇതാക്കണമായിരുന്നല്ലേ, ഞാൻ എഫേർട്ട് ഇടണമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ച് സിനിമാറ്റിക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ ഇതാക്കണമായിരുന്നു. ഇപ്പൊ ഷിബു ഇതിന്റെ അകത്തുണ്ട്. ഷിബുടെ മൈക്കൊന്ന് ഓണാക്കിയടാ. എടാ, ഇന്നലെ നടന്ന സംഭവം നിനക്കൊന്ന് പറയാനുള്ളത് നീ ഒന്ന് പറഞ്ഞ. ഹലോ. നീ പറഞ്ഞ. അല്ല, ഇന്നലത്തെ സംഭവം ഞാൻ പറഞ്ഞില്ല. എനിക്ക് അപ്പൊ അത്ര വിഷമം അത്രയല്ല. ഷെയ്ഖ് സംഭവം ഞാൻ നമ്മളടുത്തൊന്നും ചെയ്തില്ലെന്ന് ഞാൻ എവിടെ പറഞ്ഞില്ല. ഞാൻ പുള്ളടിച്ചിട്ടേലും മാത്രം ആ ഒരു ഇതൊക്കെ പറഞ്ഞോളൂ. ഷെയ്ഖിന്റെ അടുത്ത് ആർപ്പ് ചെയ്തതൊക്കെ കറക്റ്റ് ഞാൻ എവിടെ പറയുന്നില്ല. അതെ, ആർപ്പിന്റെ ബേസിലല്ലടാ ഇവർക്ക് പ്രശ്നം. ഞാൻ നിന്റെ അടുത്ത് ചൂടായത് എന്തിനാന്നുള്ളതാണ് ഇവർക്ക് പ്രശ്നം. മനസ്സിലായോ? ഞാൻ നിന്റെ അടുത്ത് എന്തിനാ ചൂടായിട്ടുണ്ടായി? ഞാൻ എനിക്ക് ഇതിന്റെ മുമ്പ് ഓൾറെഡി മീറ്റിംഗിൽ നമ്മൾ തന്നെ പറഞ്ഞിരുന്നു ചെയ്യരുത്. ബട്ട് അതിന്റെ അടുത്ത് പറ്റും. അപ്പൊ അവർ ലീഡറും കോലീഡറും ആകുമ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഇതുണ്ടാവും. അവർക്കെല്ലാം പറയാൻ പറ്റില്ല, നമ്മൾ വേറെ ആളെന്ന് പറയാൻ സമ്മതിക്കത്തില്ല. അതെ, അത് ഒന്നാം തെച്ചടാ. ഇടഞ്ഞു വിട്ടേക്കോ, ഞാൻ കുറച്ച് കാര്യം പറയട്ടെ. അല്ല എടാ, ഇതിൽ മെയിൻ തിങ് എന്താ പറയുക, നമ്മൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതിന്റെ അകത്ത് പ്രശ്നമില്ലാതെ നോക്കേണ്ടതും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. മനസ്സിലായോ? ഇതിന്റെ അകത്തൊരു പ്രശ്നമില്ലാതെ നിൽക്കുന്നത്. ഇവൻ ഇപ്പം ഷിബുനെ കുറ്റം പറയുന്നതല്ല. ആരോ സൈഫറോ എൽ ചാറ്റ് കൊണ്ടാളെ എന്നാൽ നിങ്ങൾ വന്ന് ഇവിടെ ഇരുന്നിട്ട് സ്ട്രീം ചെയ്യും. ഓരോ ദിവസം കുത്തി ഇരുന്നിട്ട് 5-6 മണിക്കൂർ ലൈവ് ചെയ്യുന്നവരൊക്കെ അറിയുള്ളൂ അതിൻ്റെ വിഷമമൊക്കെ. ആരോട് പറയാനാടാ? ഷിബുനെ ഒന്നും ഇടരുത്. നമ്മളെ ചാറ്റാണ്. അങ്ങനെ ഇപ്പം പറയാൻ പറ്റൂല. നമുക്കും ഇതിൽ നമ്മൾ പാഷനേറ്റ് ആണല്ലോ, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാ. അപ്പം നമുക്കിത് ഇഷ്ടമാണ് ചെയ്യാൻ. പക്ഷേ ഈ പറഞ്ഞ ഈ സംഭവം ശരിയാട്ടോ. നമ്മളിങ്ങനെ ഇത് കാണുമ്പം
നമ്മൾ വല്ലാണ്ട് ഡൗൺ ആവും. കാരണം നമ്മൾ നിങ്ങളെല്ലാം കാണാനും നിങ്ങൾ ഇതാക്കാനെല്ലാം വേണ്ടിയിട്ട് തന്നെ ഇത് ചെയ്യുന്നത്, മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത് വരുമ്പോൾ നമുക്ക് എന്തായാലും ഡൗൺ ആവും. അത് ഇതാണ് ഞാൻ പിന്നെ അത് ഇതായി ശീലമായി. പിന്നെ ഞാൻ നോർമലും ചെയ്യുന്നതുകൊണ്ട് എനിക്കതങ്ങനെ ഞാൻ കുറേ ഇത് കണ്ടതാണ്. അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ഇതായിട്ടില്ല. പക്ഷെ ബാക്കിയുള്ള എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ഫീലാവും, ഹേർട്ടായും, എന്താ പറയുക, കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഇതിനെടുക്കും. ഞാൻ പിന്നെ എനിക്കങ്ങനെ അത്ര വലിയ സീരിയസ് ഇതായിട്ട് ഞാൻ എടുക്കാറില്ല. ഞാൻ പറ്റുന്നത്ര ഞാൻ ഇതാക്കി വിടാൻ നോക്കും. കാരണം ഞാൻ ഓൾറെഡി തൊപ്പിൻ്റെ ലൈവിലെല്ലാം നമ്മൾ അത്രയും ഇതും കണ്ടതാണ്, മനസ്സിലായോ? ഇതിൻ്റെ ഒരു 10 ഇരട്ടി നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് ഇതത്ര വലിയ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ പറയുന്നത് എനിക്കിതത്ര വലിയൊരു ഇതായിട്ട് തോന്നുന്നില്ല, മനസ്സിലായോ? എനിക്കിതത്ര വലിയ ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഫാമിലി, നമ്മൾ ഓഡിയൻസിനോടാണ് പറയുന്നത്, ഇത് നമ്മളെ മെമ്പേഴ്സാണ്. അപ്പോൾ ഇവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുമ്പം അത് പറഞ്ഞ് മനസ്സിലാക്കി റെഡിയാക്കി കൊടുക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി, മനസ്സിലായോ? അതുകൊണ്ടാണ് ഷിബുവിനോട് പറഞ്ഞാൽ നീ ഇങ്ങനെ ചെയ്യലേ. പിന്നെ മോൻ്റെ ഭാഗത്ത് ആ ഒരു മിസ്റ്റേക്ക് വന്നുകൊണ്ടാണ് ഞാൻ ചീത്ത പറഞ്ഞത്. അത് പറയാനുള്ള റൈറ്റ്സ് എനിക്ക് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? അത് അല്ലാതെ ഓനോടൊരു പേഴ്സണൽ ദേഷ്യമോ അല്ലെങ്കിൽ ഓനോടൊരു ഗഡ്ജോ ഒന്നും ഉണ്ടായിട്ടില്ല. ആരും ഷിബു എന്ന് ഇടണ്ട, ഈ പറഞ്ഞ മാതിരി ആരും ഒരു മോശം ഒന്നും പറയണ്ട. അതൊക്കെ നമ്മളെ പിള്ളേരാണ്, എല്ലാവരും നമ്മളെ ബ്രദേഴ്സാണ്. അപ്പം ഓൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ റെഡി കൊടുക്കേണ്ടി നമ്മൾ ഉത്തരവാദിത്തം. അത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടും പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ചീത്ത പറഞ്ഞേ ഉള്ളൂ, അല്ലാതെ അതിൻ്റെ അപ്പുറത്ത് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ആ കാര്യം ക്ലിയർ ആയല്ലോ. ഈ പറയുന്ന പോലെ ഷമീറിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ പോലും ഇതാണ് സംഭവം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പി ഓപ്പൺ ആയിട്ട് പറഞ്ഞതാ ഈ കാര്യം. ഈ പറയുന്ന പോലെ ഇങ്ങനെ ലൈവിൽ ഇരുന്ന് കണ്ട് വേണമെന്നുണ്ടെങ്കിൽ പറയാന്നുള്ളത് വരെ തൊപ്പി പറഞ്ഞത്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ ലീഡർ ആയതുകൊണ്ട് ഓൻ തന്നെ കണ്ടിന്യൂ ചെയ്തോട്ടെ എന്ന് കരുതി കണ്ട് നമുക്ക് ഇതിൻ്റെ പൊസിഷൻ ആഗ്രഹിച്ചു കണ്ടൊന്നല്ല ഗൈസ് നമ്മൾ നിൽക്കുന്നത്, മനസ്സിലായോ? എനിക്ക് ഞാൻ ഓപ്പൺ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഗ്യാങ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഫ്രസ്ട്രേഷനും എനിക്ക് എന്താ പറയുക, ഞാൻ ഇതിന് അത്രയും സ്ട്രെസ് ഇട്ടിട്ടാണ്. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ വൈഫിൻ്റെ കോൾ പോലും എടുക്കാതെ അത്രയും സമയം ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീസിൽ ഇരുന്നാണ്ട് ഞാൻ ഇത് റെഡിയാക്കാൻ ഞാൻ ഇതിൻ്റെ ബാക്കിൽ ഞാൻ നടക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നിങ്ങൾ ഇതിങ്ങനെ വന്നിട്ട് പറയുമ്പോൾ നമുക്ക് നല്ലോണം ഫീൽ ആവും, നമുക്ക് നല്ലോണം കൊള്ളും. ഓക്കെ, അതെ, ഡബിൾ എഫേർട്ട് എടുക്കുന്നത്. ഷെയ്ക്കായാലും മേക്കായാലും ഇവരെ നന്നായിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട്, നന്നായിട്ട് കാര്യങ്ങൾ നോക്കി ചെയ്യുന്നുണ്ട്. ശരിയാ, സത്യം പറഞ്ഞാൽ ഇവർ പറയുന്നതിൽ കാര്യം ഉണ്ടാടാ. ഞാനൊരു ഒന്നിനും കൊള്ളാത്തവൻ തന്നെയാണ്, മനസ്സിലായോ? ഇവർ പറയുന്നതിലെല്ലാം സത്യമുണ്ട്. എനിക്കങ്ങനെ ഇതായിട്ട് തോന്നുന്നില്ല. ഇവർ പറയുന്നതിലൊക്കെ സത്യമുണ്ട്, സംഭവം കറക്റ്റ് തന്നെയാണ്. സംഭവം ശരിയാ, ഞാനൊരു മൊണ്ണ ലീഡർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്വന്തം കോ ലീഡേഴ്സിന് ഇങ്ങനെ വന്ന് പറയുമ്പോൾ അത് സത്യമായിരിക്കും, അത് സത്യമാണ്, മനസ്സിലായോ? അപ്പോൾ അല്ലാതെ ഈ പറയുന്ന പോലെ അതെ, ഇവർ ഭയങ്കര കോ ലീഡേഴ്സാണ്. ഇവർ ഷെയ്ക്കായാലും മേക്കായാലും ഇവർ എന്താ പറയുക, ഭയങ്കര ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ആളാണ്. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കാര്യം ഞാൻ ലൈവിൻ്റെ സമയത്ത് മാത്രമേ ഞാൻ വരാറുള്ളൂ, ഞാൻ സിറ്റിക്ക് കയറാറുള്ളൂ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്യാറുള്ളൂ. അതിനൊരു കാര്യമുണ്ട്, മനസ്സിലാവും? അതിനൊരു കാര്യമുണ്ട്. കാരണം ഇതിൽ വേറെ കുറച്ച് സാധനങ്ങളുണ്ട്. എനിക്കതൊന്നും പറയാൻ താല്പര്യമില്ല. എനിക്കങ്ങനെ ഈ പറയുന്ന ഈ കണക്ക് പറയലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടിയൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അത് വിട്. ഈ ഗ്യാങ് കൊണ്ട് മാത്രമല്ല എനിക്ക് സത്യം പറഞ്ഞാൽ ആർപ്പി ചെയ്യാൻ പറ്റുക. ഈ ഗ്യാങ് എന്നാൽ ഞാനൊരു അങ്ങ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാങ്ങിൻ്റെ ഒരു കാര്യങ്ങളോ ഇതൊന്നും നോക്കാല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ അത് വേണ്ട. അത് നമ്മളൊരു ഫാമിലി അല്ലടാ, നമ്മളെന്തിനാ വെറുതെ അങ്ങനെ. എനിക്ക് ഈ പറയുന്ന പോലെ ഭൂമിനായിട്ട് ആർപ്പിയ, ഉസ്മാനായിട്ട് ആർപ്പിയ, ഞാൻ എങ്ങനെ ആർപ്പി ചെയ്തുകൊണ്ട് നടന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണല്ലേ. ഞാൻ എൻ്റെ പാസ്റ്റ് ആർപ്പിയും ഇപ്പോഴത്തെ കറന്റ് ആർപ്പിയും എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഞാൻ എപ്പോഴപ്പോൾ ലൈവ് അല്ലേ, എനിക്ക് ലൈവ് വരാൻ എനിക്ക് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാ, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ആർപ്പി എനിക്ക് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാ, ഒന്നുമല്ല. ഞാൻ എന്താ പറയുക, ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കെങ്കിലും ഇൻഡയറക്ട്ലി ഹെയ്റ്റ് പോകും. ഞാൻ ഈ പറഞ്ഞാൽ ഷമീറിന് പോലും ഒരു ഹെയ്റ്റ് വരരുത്. ചാറ്റ് നിങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളത് ചില്ലായിട്ട് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞൊരു സംഭവമാണ്. അപ്പം അവിടെ ഷെയ്ക്ക് ലൈവ് താഴത്തേക്ക്, അതെ സത്യമാണ്, ഷെയ്ക്കിൻ്റെ ലൈവ് താഴത്തേക്ക് ആവാൻ റീസൺസ് പലതാണ് ബ്രോ. ഞാൻ ലൈവ് വരാത്തതിൻ്റെ ഒക്കെ റീസൺസ് ഉണ്ട്, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് ദിവസം ഞാൻ ഗ്യാപ്പ് എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ പ്രോപ്പർ ആർപ്പിക്ക് നോക്കാം. ഗ്യാങ് തൽക്കാലം വേറെ ആരെങ്കിലും നോക്കട്ടെ എന്നാണ് ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിക്കുന്നത്. മാലിനോടൊക്കെ ഞാൻ അതാ പറഞ്ഞത്, തൽക്കാലം വേറെ ആരെങ്കിലും നോക്കട്ടെ. ഇതൊക്കെ പാടെന്താ അറിയോ, പുതിയ റിക്രൂട്ട്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ എത്ര മണിക്കാണ് മേക്കാൻ നമ്മൾ ആ പുതിയ റിക്രൂട്ട്മെന്റ് നോക്കിയത്? എത്ര മണിക്കാണ്? ആരെങ്കിലും ഒരാൾ വേറെ, ഞാനും നീ രാജുഭായും അല്ലാതെ വേറെ ആരെങ്കിലും ആ സമയത്ത് വന്നോ? ആരും വരൂല, ആർക്കും നോക്കേണ്ടതുമില്ല. അപ്പോൾ ആരും ഇതൊന്നും അറിയണമില്ല, മനസ്സിലായോ? വേറെ വല്ല ശരിക്കും ലീവ് ആക്കുന്നോ? എല്ലാടാ നമുക്ക് വാച്ചിങ്ങും പിന്നെ അതേപോലെ ഇൻകം ഏർണിങ്സും നോക്കിക്കാണ്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എത്രങ്ങാനും ആർപ്പീസ് ചെയ്യാം ബ്രോ. നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര. ഞാൻ വേറൊരു കാര്യം ഞാൻ പറയാം, വാച്ചിങ്ങിൻ്റെ പറയുന്നതുകൊണ്ടാണെന്ന് ശരിക്കുക. വാച്ചിങ് മെയിൻ ഘടകമാണ്, മനസ്സിലായോ? വേണ്ടടാ, നല്ല ആർപ്പീസ് ചെയ്യാം, മനസ്സിലായോ? എന്നിട്ട് പിന്നെ ലീഡറിനെ റെസ്പെക്ട് ചെയ്തില്ല, ലീഡർ ഇതാക്കുന്നില്ല, ലീഡറിനേക്കാൾ വലിയ മെയിൻ ആണ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് കൊള്ളും എത്രയൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും. കാരണം നമ്മളിത് ഇങ്ങനെ നോക്കി നടത്തിയിട്ട് ഇപ്പോൾ മാക്കാണെങ്കിൽ പോലും സത്യം പറഞ്ഞാൽ മിഞ്ഞാന്ന് ഇതേമാതിരി സ്റ്റോറി ഇട്ട് ലീവ് ചെയ്ത് പോയാലോ മൈര് ഇതിൽ നിന്ന് ഇറങ്ങി പോയാൽ അത്രയും നല്ലതാണെന്ന് കരുതി. കാരണം ഇതിൽ
ഓപ്പൺ ആയിട്ട് പറയാലോ, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിയാദ് എഫേർട്ട് ഇട്ട് നിയാദിന്റെ ഗ്യാങ് ആണ് ഇത്. നമ്മൾ ആരും ഗ്യാങ് അല്ല, നിയാദിന്റെ എമർജി ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഓന്റെ ഫൈനൽ വേർഡ്, ഓനാണ് ഇതിൽ ഫൈനൽ. നമുക്ക് ഓന്റെ കാര്യം കേൾക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിൽ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അത് ഓൻ ലീഡർ പൊസിഷൻ ഷമീറിന് കൊടുത്താലും അത് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും കറന്റ് ഓന് തീരുമാനം എടുക്കാനുള്ള ഓന്റെ ഗ്യാങ് എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഓനിപ്പോൾ അതാ സംഭവം. അതാ ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ, എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂലടാ, മനസ്സിലായോ? എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതിപ്പോൾ എന്തെല്ലാം ഞാൻ ഇനിയിപ്പോൾ ഇതാക്കി എന്ന് പറഞ്ഞാലും എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓന്റെ ബാഡ് ടൈംസും ഓന്റെ കാര്യം ഓൻ്റെതായ കുറച്ച് തിരക്കുകളും ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഓനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി കുറേയൊക്കെ നമ്മൾ ഒഴിവാക്കുന്നത്. അപ്പോൾ അത് നോക്കണോലും ഇനി ഞാൻ ഒരു കാര്യം പറ്റേ, ഇത് എൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ തൊപ്പിയാന്ന് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൻ ഇതിൽ കയറുന്നില്ലെങ്കിലോ ഒരു പ്രശ്നം ഉണ്ടാവും നമുക്ക് തോന്നുന്നില്ല. അതായത് ഇപ്പം ഈ പറഞ്ഞ പോലെ തൊപ്പി ഇതിൽ എഫേർട്ട് ഇട്ടിട്ടില്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രശ്നം അല്ലെങ്കിൽ എഫേർട്ട് ഇടുന്നില്ല എന്നുള്ള ഒരു സംഭവം ആരും പറയാൻ പോകുന്നില്ല. മനസ്സിലായോ? അത് പറയൂല, അങ്ങനെ ആരും പറയൂല. കാരണം അതിന് റീസൺ ഉണ്ട്. ഓൻ്റെ ഇതാണ്. ഞാൻ അങ്ങനെയല്ല, ഞാൻ എന്തോ വെലിനേറി വന്ന അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ട്, അങ്ങനെ എന്തോ ഉണ്ടടാ, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നുണ്ടാവും, അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും, എന്താ ഇവനെ റെസ്പെക്റ്റ് ചെയ്യണ്ട, അങ്ങനെ ഒരു തോട്ട് വരുന്നുണ്ട്. ഇതൊന്നും ആരും തെറ്റൊന്നല്ല. ഇത് നമ്മളെ എൻ്റെ തെറ്റായിരിക്കാം. ഞാൻ എന്താ പറയുക, ഞാൻ ഇതാകത്തോണ്ടുള്ള പ്രശ്നമായിരിക്കാം. ഞാനൊരു നല്ല ലീഡർ അല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമായിരിക്കും. അതുകൊണ്ടായിരിക്കും. ഞാനൊരു ലീഡറാണ്, അതുകൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ തോന്നുന്നത്. ഒരു ഉമ്പന്മാരാവണ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ അങ്ങനെ നമുക്ക് സത്യം പറഞ്ഞാൽ കളിക്കുന്നതിൽ ഭയങ്കര ഷോക്കുണ്ട്. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ഇതിലുള്ള 3 മെമ്പേഴ്സിന് നെക്സ്റ്റ് വീക്ക് തൊപ്പി ഒക്കെ കൂടിയിട്ട് ഇവിടുന്ന് നമ്മൾ ഇതുവരെ എല്ലാ മെമ്പേഴ്സിനും ഈ പറയുന്ന പോലെ ഓസ്കാർ ബ്രോന്നോ, എൻ്റെ പൊന്നു മോനെ, എൻ്റെ അഭിനയം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അഭിനയിക്കാനാണെങ്കിൽ പൊന്നു മോനെ നിന്നെയും നിൻ്റെ ഉപ്പാനെയും വിറ്റ രീതിയിൽ ഷമീറിനെ അഭിനയിക്കാൻ അറിയാം. മനസ്സിലായോ? അഭിനയിക്കാനാണെങ്കിൽ നീ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ആക്ടിങ് എന്ന് പറയരുത്. ആക്ടിങ് ആക്കാനാണെങ്കിൽ ഷമീറിന് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം ഷമീറിന്. അഭിനയിക്കാനാണെങ്കിൽ മനസ്സിലായോ? നന്നായിട്ട് അറിയാം. ഓഡിയൻസ് ഒക്കെ സൂപ്പർ ചാറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇതൊക്കെ കുറേ അത് കണ്ട കുണ്ണകൾ എനിക്ക് തെളിയിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? കണ്ട കുണ്ണകൾ എനിക്ക് ഇത് ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. പൈസ കിട്ടിയതും ബാക്കി പിന്നെ തൊപ്പി കുറച്ച് ഹെൽപ്പ് ചെയ്തുകൊണ്ടൊക്കെ 3 PC 50-60 മറ്റേ 50-60 9800X 3D അല്ലേ പറഞ്ഞത്? 900X അഥവാ ഒരു 1.80 1.75 എന്തോ ലാസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ആ PC 1.25 3 PC ആണ് നമ്മുടെ ഗ്യാങ്ങിൽ വരാൻ പോകുന്നത്. ഇതൊന്നും ആരും എഫേർട്ട് ഇട്ടിട്ടല്ല. മനസ്സിലായി? ഇതൊക്കെ നമ്മൾ തന്നെ പിന്നാലെ നടന്ന് നമ്മളെ മെമ്പേഴ്സിന് കിട്ടിക്കോട്ടെ എന്ന് കരുതി ഇപ്പം കറന്റ് 3 ആൾക്കാരെ കൺസിഡർ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെ കൺസിഡർ ചെയ്യാന്നുള്ളത് ബാക്കിയുള്ള മെമ്പേഴ്സിനോടും പറഞ്ഞ് കഴിഞ്ഞ 10 ദിവസം ലൈവ് ചെയ്യാഞ്ഞത് എനിക്ക് PC ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഇതിനകത്തോട്ട് ഇരുന്ന് എനിക്ക് അവൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് PC എടുക്കാൻ പറ്റാനിട്ടാണോ? നമ്മൾ അപ്പോഴും എപ്പോഴും പ്രയോറിറ്റി കൊടുക്കണം. നമ്മൾ ഗ്യാങ്ങിന് പ്രയോറിറ്റി കൊടുത്തിട്ട് മാത്രമേ നിന്നിട്ടുള്ളൂ. എല്ലാവർക്കും ഇതൊക്കെ എന്താ ലിറ്ററലി നമ്മളെ ഇങ്ങോട്ട് ഡൗൺ ആക്കും ഗൈസ്. നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ ഷമീർ. ഈ ഷെയ്ക്ക് വാച്ചിങ്ങിൻ്റെ കാര്യം പറയുന്നു. ഷെയ്ക്കിനെ 4 ആൾ അറിഞ്ഞത് തൊപ്പിയുടെ ലൈവ് വന്നിട്ടാണ്, എന്നിട്ട് വാച്ചിങ് കുറഞ്ഞു പോലും. ചാറ്റിലൊക്കെ പോയാണ്ട് നമ്മൾ ഓനെ റെസ്പെക്ട് ചെയ്യുന്നില്ല, ഓൻ ലീഡർ ആയാണ്ട് ഓനെ ബഹുമാനിക്കുന്നില്ല എന്നുള്ളതൊക്കെ പറയുന്നതിൽ ഓപ്പൺ ആയിട്ട് അതിൽ കുറേ കാര്യങ്ങളുണ്ടടാ. ലിറ്ററലി ഓരോന്ന് 1 by 1 എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷമീറിനും 8 ആയി മാറും. അതുകൊണ്ടാണ് കുറേ ഉണ്ടാകുന്ന നിൽക്കുന്നത്. അങ്ങനെ മനസ്സിലായത്. അത് നമുക്ക് താല്പര്യമില്ല. പക്ഷേ ഇന്റൻഷനലി ഇങ്ങോട്ട് കുറേ പ്രാവശ്യം നമുക്ക് 8 കിട്ടിയതാണ്. അത് നമുക്ക് അറിയണതാ. മാക്കൊക്കെ സ്റ്റോറി ഇട്ടാണ് ഇറങ്ങി പോകുന്നത്. മാക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പോയാൽ സത്യം ഞാൻ വേണമെങ്കിൽ ഞാൻ ലൈവ് വരുമ്പോൾ ചാറ്റ് അടിച്ചില്ല. ഷെയ്ക്ക് എൻ്റെ അടുത്ത് അമ്മാതിരി വർത്താനം പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ആ സ്റ്റോറിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ഇടാൻ പോയി ഞാൻ പോകണം. എന്തോ ആയിക്കോട്ടെ, ഇത് ഇത്രയൊക്കെ വന്ന് ഇത്ര പേർക്ക് ലൈഫായി ബാക്കി അത് എങ്ങനെയെങ്കിലും ഒക്കെ പൊക്കോളാം. ഇതിൽ നിൽക്കുന്ന ബാക്കി 10-35 ആൾക്കാർക്കും ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ ഓൾക്കുള്ള ഹോപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടാളോ. മനസ്സിലായോ? അത് കൈവിട്ട് പോകണ്ടെന്ന് എഴുതിയിട്ട് കുറേയൊക്കെ നമ്മളും തന്നെ ശംസും ഉണ്ടാകുന്ന നിൽക്കുന്നത്. അപ്പം നിങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ ഡിസപ്പോയിന്റ് ചെയ്യരുത്. ഡിസപ്പോയിന്റ് ആക്കില്ല. വെറുതെ ഈ പറഞ്ഞ പോലെ വന്നാണ്ട് നിങ്ങൾ അറിയാത്തതുകൊണ്ട് ചെയ്തു പോകുന്ന ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലിറ്ററലി ഡൗൺ ആയി പോവാണ്. നമുക്ക് ഈ ഗ്യാങ്ങിന് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റാതായി പോവാണ്. അപ്പം അത് നിങ്ങളെ സൈഡിൽ നിന്ന് ദയവ് ചെയ്ത് ചെയ്യല്ലേ. നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഹേറ്റ് സ്പ്രെഡ് ചെയ്യല്ലേ. മനസ്സിലായോ? നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്നില്ല, നമ്മൾ ചെയ്ത് പോയിക്കോളാം. പക്ഷെ നിങ്ങൾ അജ്മൽ ചെക്ക് അജ്മൽ ഒഫീഷ്യൽ എത്ര വട്ടം പറഞ്ഞു തന്നു, ലീഡർ എല്ലാം അറിഞ്ഞിരിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്, എല്ലാം ചെയ്യണം എന്നല്ല, എല്ലാം വിളിച്ചു പറയാം എന്നൊന്നും വാശി പിടിക്കരുത്. ഇമോഷണൽ ഷമീറ അത്രേ നമുക്ക് പറയാനുള്ളൂ. ഒരു ദിവസം ഇല്ല നല്ല കാര്യം പറയാനായിട്ട് ഞാൻ ഷെയ്ക്കിനെ വിളിക്കുന്നത്. രാവിലെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ സംസാരിക്കലും ഈ ശോകം കമന്റ്സ് വായിക്കണം ഞങ്ങളുടെ പരിപാടി. നമുക്ക് ആഗ്രഹമില്ല ഇത്ര നല്ല രീതിയിൽ ഗ്യാങ് പോകുന്നു, അത്യാവശ്യം നല്ല എല്ലാവർക്കും വാച്ചിങ് ഉണ്ട്, എല്ലാവർക്കും നല്ല കരിയർ ബിൽഡ് ചെയ്തിട്ട് ഇവിടെ സമാധാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇല്ല. ഡെയിലി ഒരു ദിവസം ഇന്ന് രാവിലെ കൂടെ ഷെയ്ക്ക് രാവിലെ വിളിച്ചിട്ട് ആ കമന്റ് ആണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് സത്യം പറഞ്ഞ സ്വസ്ഥതയില്ല. നമുക്ക്
ഒരു സമാധാനമില്ല മനസ്സിന്. എന്ത് ഹാപ്പിനെസ് കിട്ടുന്നത്? എന്റെയൊക്കെ കഴിഞ്ഞ ദിവസം ലൈവിന്റെ ചാറ്റ് എടുത്ത് നോക്കി ലാസ്റ്റ് എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്. ഇവനൊക്കെ പറഞ്ഞു വിടില്ല. ഓക്കെ, നിങ്ങൾ തീരുമാനിച്ചു എങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്. ലാസ്റ്റ് ചെയ്യാൻ ആരില്ലാതെ ഈ കമന്റ് ഇടുന്ന ആൾക്കാർ വന്നിരുന്ന ഈ കാര്യങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് ചെയ്ത് കാണിക്കാൻ പറയാം. എന്തെങ്കിലുമൊക്കെ ചെയ്യും. നമ്മൾ ഹാപ്പിയാ ചെയ്ത് നമ്മൾ അത്ര ഹാപ്പിയാണ്, മനസ്സിലായില്ലേ? നമുക്ക് അത്രത്തോളം നമ്മൾ ഹാപ്പിയായിരിക്കും. പക്ഷെ അത് ചെയ്യാത്തടത്തോളം കാലം ചെയ്യുന്നവരെ കുറ്റം പറയാതിരിക്കും പ്ലീസ്.